ഇതെല്ലാം ഇട്ട് എന്ത് രസമായിട്ടാ പറയാ. കവിക്കൊരു പെൺകുട്ടിനെ ആശയുണ്ടല്ലേ. വേറൊരു ടൈപ്പ് അല്ല, നല്ല രസമല്ലേ. ഡൈപ്പർ ബാഗ് എന്നാ പറയാ അതിന്. നമ്മൾ ഏടെ പോന്നേ നമ്മൾ ഏടെ പോന്നേ. ഋഷൂട്ടൻ്റെ ആദ്യത്തെ പിറന്നാള് വരുന്നുണ്ട് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി നമ്മളെ ഋഷൂട്ടന്റെ പിറന്നാളാണ്. ഇപ്പൊ അവന് സംഭവം മനസ്സിലായിട്ടാ. അവരോട് പറ നമ്മൾ പറ്റിട്ട് വരുന്നുണ്ട് പറ. അതെ, നമ്മൾ എങ്ങോട്ടേക്ക് പോന്നേ? പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പഴയ സിനിമയിൽ ഇങ്ങനെ നമ്മള് കാണാൻ പറ്റില്ല. അതുപോലെ ആയി കേട്ടാ. മുടി കുറച്ചായി ഇപ്പൊ മുറിക്കാറ്. കുറച്ച് മുടി കുറച്ചെല്ലാം ഇടല്ല സൈഡിലെല്ലാം കുറച്ച് ഇതാക്കി മൊഞ്ചനാക്കണം. ഓ ഏടി പോന്നേ. പാട്ട് പാടാൻ ഇഷ്ടമാണ് എൻ്റെ ഋഷൂട്ടന്. ഇങ്ങനെ പാട്ട് നമ്മൾ പാടുമ്പോ നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ പാടും മൂളിപ്പാട്ട്. ഇതൊക്കെ കവി നല്ലോണം ആ പാട്ടെല്ലാം പഠിച്ചല്ലേ മലയാളത്തിലെ. ഞാനും ഇവന് ഇങ്ങനെ കാർട്ടൂണിൽ ഇങ്ങനെ പാട്ട് കേൾപ്പിച്ചിട്ട് ഞാനും ഇങ്ങനെ കേട്ട് പഠിക്കും. എന്നിട്ട് അടുക്കളയിൽ ഇവൻ എൻ്റെ കൂടെ, ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ കാലിൽ ഇങ്ങനെ കളിക്കും. അന്നേരം ഇവൻ ഇങ്ങനെ പാടി കൊടുക്കും. ഞാൻ വർഷകാലത്ത് കൂട് കൂട്ടാനിടം തരുമോ നീ. ഓ നമ്മള് കണ്ണൂർ ഒരു ഡ്രസ് കടയിൽ നിർത്തിയിട്ട് അവളെ നമുക്ക് പോയി നോക്കാം അങ്ങനെയാണ്. അപ്പൊ ഡ്രസ് കട പറയുമ്പോ ഏതാണെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. നമ്മള് കണ്ണൂര് വന്നാൽ നമുക്ക് ഏടിയാ വെക്കണ്ടേന്നൊന്നും തിരിയില്ല. നമ്മള് ശരിക്കും നാട്ടിൽ നിന്ന് മയ്യുന്നല്ലാന്ന് ഇങ്ങനെ അങ്ങനെ അറിയാൻ നടക്കുക. അപ്പൊ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഏടിയാന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല. നമ്മള് കണ്ണൂര് ബസ്സിൽ ഡ്രൈവറാണ്, പക്ഷെ പറ്റിയല്ല. എടി ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാലേ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടാ. ഏടിയാന്ന് തിരിയില്ല. സുഡിയോ ആ ഇട തിരി വെക്കാന്ന്. ആ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിയാന്ന്. ഇന്ത്യ പിറന്നാള് കവി അല്ല, ഓന്റെ പിറന്നാളാന്ന്. പക്ഷെ ഓന്റെ അമ്മേനെയും ശ്രദ്ധിക്കൂലേ. ശരിയാ. അപ്പൊ അച്ഛനെ ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിക്കും. അച്ഛനെ അങ്ങനെ ശ്രദ്ധിക്കൂല. എണീച്ചേട്ടാ. അപ്പൊ അങ്ങനെ ഋത്തിക്ക് ഞാൻ എടുക്കട്ട് പറഞ്ഞ അങ്ങനെ പിടിച്ചു വലിച്ചെടുത്തിയാണ്. എന്റെ അടുത്ത് ഇങ്ങനെ നിക്കുവേ, കുഴപ്പമില്ല. ഇപ്പൊ മേടിക്കേണ്ടി വരും. എനിക്ക് കവി കുറെ ഡ്രസ് എടുത്ത് കൊണ്ടിരുന്നുണ്ട്. ഡ്രസ് കടയിൽ പോയാൽ ആദ്യം കാണുന്ന കളർ ഇതാ, പിങ്ക് മഞ്ഞ പിങ്ക്. കുറച്ച് പഴയ കാലത്തെ ഇതാണ് കവിയാടാ. പഴയ ഒരു അടുക്ക് നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടാ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ അതൊന്നും അതിന്റെ കളർ യെല്ലോ ബ്ലൂ. യെല്ലോ ഇത് വേറൊരു ടൈപ്പ്. അതാ ഇതൊരു യെല്ലോ, വേറൊരു ടൈപ്പ് യെല്ലോ. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. യെല്ലോവും പിങ്ക് ഇത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കളറാണ്. അത് എവിടെ പോയാലും ആദ്യം അതാ ഞാൻ തൊടുക, പിന്നെ ബാക്കി കളർ തൊടുക. നമ്മൾ ഇടാന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് എല്ലാവരും ഉണ്ട് കേട്ടോ. അവിടെ വന്നപ്പോൾ എല്ലാവരുടെ അടുത്തും ആദ്യം ഹായ് എല്ലാവരുടെ മിണ്ടി ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളിത് തുടങ്ങുന്നു. ബ്ലാക്ക് ബ്ലാക്ക് അടിപൊളി. കോട്ടൺ നന്നായിട്ട്. ഇത് കോട്ടൺ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ചേട്ടാ. ഹായ്, എന്താ പേര്? ലൈസൻ. എടുത്താ കുപ്പായിലെടുത്താ? അയ്യാ ഓഹാ. വൈറ്റില് പൂക്കൾ ചെമ്പരത്തി പൂവെല്ലാം വന്നിരുന്നു ചേട്ടാ. എത്ര ഇല എടുത്താലും വിജയോട്ടുണ്ടാവും ആദ്യം ഇല എടുത്ത് തരുന്നു. ഞാൻ സെറ്റ് ചെയ്ത് എടുത്തേട്ടാ. രസമുണ്ടാ? യെല്ലോ ഭയങ്കര രസമാണ്. യെല്ലോ രസാണോ യെല്ലോ ഇടുന്ന കൊണ്ട് ഞാൻ ഡ്രസ്സാണോ ഏതാന്ന് പറഞ്ഞാല് രണ്ടും. ഋഷിക്കിന്റെ ഡ്രസ്സ് ഇവിടെ കുറച്ച് കുറവാണ്, കുഞ്ഞ് ചെറുതില്ല. നമുക്കിനി അപ്പുറം പോണത്രേ. ഇവിടെ ഇപ്പൊ കവിക്കും വൃത്തിക്കിനും കിട്ടിയില്ലേ ഡ്രസ്സ്. ഞാൻ പിന്നെ നമുക്ക് പിന്നെ എടുക്കാം. അതെ, ശ്രദ്ധിക്കൂല അച്ഛനെ ശ്രദ്ധിക്കാത്തോണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കവിയുടെ ആദ്യമായിട്ട് വരുന്നേട്ടാ. ഡ്രസ്സിന്റെ എടുക്കാം. പെണ്ണുങ്ങളൊപ്പം വന്നാല് പറഞ്ഞാല് ആദ്യം മറ്റേ ഒരു വീഡിയോ കണ്ടിട്ട് ക്ഷമ പഠിക്കുന്ന ഒരു ചങ്ങായി എത്ര സമയം എത്തിച്ചിട്ട്, അതുപോലെ ക്ഷമ പഠിക്കണം. പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് ഇപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ ഇവനെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് ഇതാക്കാൻ കഴിയില്ല. കുട്ടീനെ മുട്ടിക്കാനാണ് നമ്മളിട്ട ബേഗി പേണ്ടില്ലേ പഴയ കാലത്തില്. ബേഗി പാന്റ് ആയിട്ടുണ്ട്. ഇതെന്റെ പഴയ പാന്റാണ്.
അതോള് വേഗിയാ കിട്ടിയ അല്ല 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 സത്യം പറ ഇതാരും അല്ല അത് എന്റെ പേൻ തന്നെ. ഹായ് ഹായ് ഓ എന്നല്ല എവിടെയാ സ്ഥലം? ഡ്രസ്സെല്ലാം എടുത്താ? ഓ ആയിക്കോട്ടെ. നമ്മള് വിചാരിക്കും ഇനി അടുത്ത പ്രാവശ്യം ഡ്രസ് മേടിക്കാൻ പോകുമ്പോൾ ഒരു വെറൈറ്റി കളർ നോക്കി എടുക്കണം, നമ്മൾക്ക് ഉള്ളത് ഇല്ലാത്ത കളർ നോക്കി എടുക്കണം പറഞ്ഞ് പോവേ. ഷോപ്പ് കയറിയാൽ പിന്നെയും ഉണ്ടാവും അതന്നെ, ആ മഞ്ഞയും ആ മഞ്ഞയും ആ ചന്ദ്ര കളറും അതന്നെ എടുത്തിട്ട് വരും. ചന്ദ്ര കളർ എങ്ങനെ വളഞ്ഞു വന്നാലും ചന്ദ്ര കളർ എടുക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടാലും തിരിയില്ല. നമ്മളിവന്റെ ബർത്ത്ഡേക്ക് ഇവനിങ്ങനെ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഉള്ളത് എങ്ങനെയാ പറയാ, ആ വള്ളി രണ്ട് ഭാഗത്ത് വള്ളിയുള്ള ടൈപ്പ്, വള്ളിയുള്ള ടൈപ്പ് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് കിട്ടിയില്ല, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. പിന്നെ ഈ കോട്ട് പോലത്തിലുണ്ടോ ഓനത് ഇതൊന്നും പിടിച്ചിട്ടില്ലട്ടാ, കോട്ട് പോലത്തെ സാൻലവി അതും നമുക്ക് നോക്കണം, അവിടെ നോക്കാം നമുക്ക്. ഇതെല്ലാം കൈയില്ലാത്ത സ്ലീവ്, പണ്ടെല്ലാം ഞാൻ സ്ലീവ് ഇടലുണ്ട്. ഇത് സിനിമയെല്ലാം കാണുന്ന പോലത്തെ അല്ലേ, മേലെ ഭാഗം ഇല്ല കേട്ടോ. നമ്മളങ്ങോട്ടല്ലേ ഇത് കിട്ടല് കുറവാണ്, ഇവിടെ ഇങ്ങനെ ടൗണിൽ വന്നാലേ ഇങ്ങനത്തെ എല്ലാം കിട്ടും അല്ലേ? അതെ. ഹായ് നല്ല മോഡൽ ലിപ്സ്റ്റിക് ആണ് കവി. കളേഴ്സ് ഉണ്ട്. ഇത് നെയിൽ പോളിഷിന്റെ മൂടിയാന്ന് ഉണ്ട പോലത്തെ അല്ലേ, കുറേ ഉണ്ട്. നമുക്ക് ഋഷിക്കിന് ഇനി സാധനം എടുക്കണം. ഓന്റെ പേര് പറഞ്ഞിട്ടാ നമ്മൾ വന്നിനെ, ഓനെയൊന്നും എടുത്തിട്ടില്ല. വെറൈറ്റി കളർ നാക്കങ്ങൾ കേട്ടോ, ഇതെല്ലാം ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഓ എടുക്ക എടുക്ക. വിഷുട്ടന്റെ കുപ്പായ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കിഡ്സിന്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നോക്കാലോ നമുക്ക് എന്തായാലും എടുത്തിക്കോ. ഇരിക്കാൻ പറ്റില്ല. ഇത് നമ്മള് എടിലോ പോയിട്ടാ പോലേ, നോക്കണം നോക്കണം നോക്കണം, മുന്നോട്ടായിട്ട് വീണ് പോവേ. ബെൽറ്റ് ഇടണോ? ആ വാ വാ. ഇനി ഇങ്ങനെ മതിയോ? ഒന്ന് ഇത് വാങ്ങാനല്ലേ നമുക്ക്. ഇത് മറ്റേ ഈ എയർപോർട്ടിലെല്ലാം പോകുമ്പോ ഇങ്ങനത്തെ വണ്ടിയിൽ ഒന്തിട്ട് പോന്നേ. ഇതിന്റെ അപ്പടോ ഇതൊക്കെ ഇപ്പൊ ഇവള് വിട്ടിട്ടില്ല കേട്ടാ പെൺകുട്ടികളെ. ഡ്രസ്സ് ഇത് രസമറിയാം, വെറൈറ്റി ഉണ്ടാവും. ആൺകുട്ടികൾക്ക് പിന്നെ ആ ട്രൗസർ ഷർട്ട് അതിലൊരു കളർ മാറ്റം അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നിങ്ങള് ആൺകുട്ടികളാവും എനിക്കറിയാം, നമ്മളിലും ഉണ്ടാവല്ലടാ. ഇതെല്ലാം ഇട്ട് എന്ത് രസം ഉണ്ടാവറിയാ. കവിക്കൊരു പെൺകുട്ടിനെ ആശയുണ്ടല്ലേ, നല്ല കാര്യം. ഞാൻ പറയും ആഗ്രഹം ഒന്നും ഉണ്ടായില്ല. ഇതാകുമ്പോ ഉണ്ട്, മുഖം കണ്ടാ എനിക്ക് അറിയില്ലേ എല്ലാം വിചാരം. ഇല്ല ഇല്ല ഇല്ല. ഇവൻ ഇത് ഇട്ട് കൊടുത്താലേ ചേട്ടാ. അയ്യേ അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല എന്നാലും നോക്കി അങ്ങനെ ഇട്ടപ്പാ ശരിയുണ്ടാ. രസമുണ്ടോ ചേട്ടാ? അയ്യോ കാണാൻ. ഇത് ഡൈപ്പർ ബാഗ് എന്നാ പറയാ അതിന്. ഇത് വെച്ചാല് കുട്ടീൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാം വിട്ടു പോവാം. ഇത് വലിയ ബാഗാണല്ലോ സ്കൂൾ കൊണ്ടുപോകുന്നത്. അല്ല, 3 മുലക്കുപ്പി ഇവിടെ വെക്കാം. എന്താ പറയാ? ഡൈപ്പർ ബാഗ്. ഡൈപ്പർ ബാഗാ? അതിന് ബാഗ് ആക്കിയാ ഡൈപ്പർ നേട്ടിട്ടുണ്ട്, ബാഗാക്കി ഇത് പറയുന്നട്ടാ. ഇവിടെ വെക്കാം. ഇങ്ങനെ ഇതെങ്ങനെ കണ്ടാവി നീ ഇവിടെ വെച്ചിട്ട്? അങ്ങനെ നീ പേരല്ല ഇങ്ങനെ? അത് ഞാൻ ഈനടക്ക് ഞാൻ ഓൺലൈനിൽ നോക്കിയേ, നേരെ ബയ്യ എടുക്കാച്ചിട്ട് അങ്ങനെ വിട്ടു. അത് നമുക്ക് ഞാൻ വേനിട്ടി ബാഗ് എടുത്തേരോ നമുക്ക് കുറെ കമന്റ് ഇട്ടിട്ടില്ലേനോ, ഡൈപ്പർ ബാഗ് എടുത്തോ കവി, അത് ആകുമ്പോ കുട്ടീന്റെ സാധനങ്ങളെല്ലാം എടുക്കാന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഞാൻ നോക്കിയത്. ഇത് ഇങ്ങനെ മേലോട്ടുള്ള കയറി പോകുന്നട്ടാ. ഞാനിട്ട് കാണിക്കാം, ഇത് നിങ്ങൾക്കുള്ളതല്ല, അത് നമുക്കുള്ളതാ. ഋഷിക്കിനല്ല, ഇത് അമ്മമാർക്കുള്ള. ഇങ്ങനെ ഇങ്ങനെ എടുത്തു പോകും. അല്ല, അത് താക്കോ അഡ്ജസ്റ്റ് ചെയ്യാ. ഇങ്ങനെ ഡോറ കുഞ്ഞു പെൺകുട്ടികളുടെ ഡ്രസ് ഈ സൈഡിലുള്ളത് നല്ല രസമുണ്ട് കേട്ടോ. ജീൻസിന്റെ ഇത് നല്ല രസം. ഇപ്പൊ ഞാൻ നോക്കറാ ചേട്ടാ നോക്കറാ
ഇപ്പൊ ഞാൻ വിമാനത്തിലേക്ക് പോവേൻ വിമാനത്തിലേക്ക് പോകുന്നു വേഗലിട്ട് അവരെന്ത് അങ്ങനെയില്ല കാണാൻ അങ്ങനെയുണ്ട് ഇതൊക്കെ നിന്നിട്ട് പോണോ പോയി വീണോ മുന്നോട്ടേക്ക് വീണോ ഇങ്ങനായിട്ടുള്ളേട്ടാ പിടിക്കണം ഇത് പുറത്തോട്ട് വരും അടിയിരി ഇരി 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 ഇങ്ങനെ ഇരി ആ ഉറങ്ങിപ്പോയാല് ഇതിന്റെ അകത്ത് കിടത്താം വലിയത് കേട്ടാ രണ്ട് സൈഡിൽ നിന്ന് ഓ ആ ഫ്രണ്ടിൽ നിന്ന് തള്ളാൻ പറ്റും അല്ലേ അങ്ങനെയും ഉണ്ടാ ഇങ്ങനെയും ഉണ്ടാ അല്ലേ കാറിന്റെ ആ കാറിൽ വെക്കുന്ന സീറ്റ് അടിപൊളിയാട്ടാ ഇത് കാറിൽ ഫിക്സ് ചെയ്യുന്നതാണ് നമ്മള് ഇതുവരെ അങ്ങനെ എവിടെയും ദൂരത്തൊന്നും പോയിട്ടില്ല കുട്ടീനെ ഇങ്ങനെ കൈമിലെടുത്തല്ല പോകുന്നത് ഇത് എത്ര വയസ്സിലാകുമ്പോ എടുക്കണ്ടേ ഈ കാറിന്റെ ഇവനെ 1 ഇയറാ അതൊരു ഒറ്റക്ക് കുട്ടി ഇരിക്കോ കാറില് എന്നാലും അടങ്ങി ഇരിക്കോ കുട്ടി സൈസ് 1 ഇയറേ ഉള്ളൂ അത്രേ ഉള്ളൂ സാറിന് ഇരിക്കാൻ പറ്റും കണ്ണൂരുള്ള ക്യാപിറ്റൽ മാളിൽ വന്നിട്ടുള്ളത് നമുക്ക് കുട്ടീൻ്റെ കുറച്ച് ഡ്രസ്സ് നാളെ കിട്ടിയില്ല ലൈറ്റ് കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാം അടിയുണ്ട് കേട്ടോ കളിപ്പാട്ടം അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് പോകണ്ട നമുക്ക് ഈ ഭാഗത്തേക്ക് പോകാം നമ്മൾ ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ കുറേ മോഡൽ കാണുമേ നമ്മൾ എടുക്കാൻ ഒന്നും കാണില്ല അത് സംഭവം നമ്മൾ ഏതോ വീഡിയോയിൽ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുപ്പയം കണ്ടിരുന്നു ക്ഷീടം നോക്കുമ്പോൾ അങ്ങനത്തെ കാണുന്നില്ല കേട്ടോ ഹായ് ചേരാം ഹായ് ഹായ് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇങ്ങനത്തെയാണ് ഇങ്ങനത്തെ ടൈപ്പിലാണ് അത് നല്ല ക്യൂട്ടായിരിക്കും കുഞ്ഞു കുട്ടികളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കിട്ടി ആ നല്ലുണ്ട് ഇത് വലിയ സൈസ് എടുക്കാം വലുതാ ഇതൊക്കെ പെൺകുട്ടികളെ ഇതൊക്കെ ഏറെ പോയാലും പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണില്ല കേട്ടോ ഒന്നും നോക്കണ്ട വി അങ്ങോട്ട് ഉറപ്പിക്കാം അടുത്ത പെൺകുട്ടിയേക്കും കവിക്ക് അടുത്ത അങ്ങനെ കേൾക്കുന്നില്ല ചേട്ടാ എന്താ ഇപ്പൊ പറഞ്ഞില്ല അടുത്ത പെൺകുട്ടിയായിരിക്കും ആർക്ക് ആയിരിക്കല്ലോ എന്താ കവി നീ കുട്ടിയെ അയ്യോ കവി ഇതൊക്കെ ഇങ്ങനത്തെ നോക്കറാ രസമായിട്ടുണ്ട് കേട്ടാ ഇതെല്ലാം മോഡലാണ് ഇതെല്ലാം ഇട്ടാൽ എന്ത് വൃത്തിൻ്റെ പറയാതാ ചോപ്പ് ഇതൊക്കെ അടിയില് നല്ല പൂവ് വിരിഞ്ഞ പോലെ ഉണ്ട് ചേട്ടാ കുപ്പായാക്കി വെച്ചിട്ട് തൊടുമ്പൂണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഉളുത്തി വരുന്ന കേട്ടോ ഇത് പല്ലിങ്ങനെയാണെണ്ടാ ഇത്തിങ്ങനെ ഉണ്ടാ ഇല്ല ഇല്ല അപ്പൊ ഈ അസുഖം എനിക്ക് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം തുണി തൊടുമ്പോ ഇങ്ങനെ എന്തോ ഉളുത്തി വരുന്ന പോലെ ഇതും അങ്ങനെ തന്നെ കേട്ടാ നമ്മളങ്ങനെ ഇങ്ങനെ ഹോട്ടൽ വന്നിട്ടാവില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചിക്കൻ മിക്സ് അത് പറഞ്ഞത് ചിക്കൻ ആദ്യം കൊടുത്താലേ കഴിക്കണ്ടില്ലല്ലേ ഇത് അതിനിപ്പോൾ ഇട്ടോളൂ കേട്ടാ എന്നാ പേര് അപ്പോൾ നമ്മളങ്ങനെ അവസാനം കേട്ടോ മുടി പറിക്കാൻ പറഞ്ഞാൽ ആദ്യം മുടി പറിക്കണം എന്ന് വിചാരിച്ചാണേ നോക്കുമ്പോൾ നമ്മൾ അതിലോട്ടെല്ലാം പോയി വരുമ്പോഴേക്ക് ലേറ്റ് ആയിപ്പോയി ഇപ്പോൾ 8:30 മണിയായി അപ്പോൾ മാളിൽ തന്നെയുള്ളൊരു സ്ഥലത്ത് കയറ്റി നമ്മൾ മുടി പറിക്കലാന്നേ നല്ല പാടായിനട്ടാ ഇത് എങ്ങനെയാണ് പിടിക്കാൻ പോകുന്നത് ഇവരെ പാടായിനട്ടാ ഒരു 1 സെക്കൻഡ് ഞാൻ ഓളോടൊന്ന് ചോദിക്കട്ടെ ഇവൻ്റെ മുടി പറിക്കാൻ വേണ്ടി നമ്മൾ കുറേ നോക്കിയാൽ ഏതാ മോഡൽ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ മനസ്സിലതുണ്ട് ലാസ്റ്റ് നോക്കുമ്പോൾ കണ്ടാ പുള്ളി അതേ കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഇതല്ലേ കട്ട് എന്ന് പറഞ്ഞു നമുക്ക് അപ്പോൾ താങ്ക് യു അടിപൊളിയായിട്ടുണ്ട് ബ്രോ ഓക്കെ ഇത്തിക്കിൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ സൈഡാണ് കിടത്തിക്കാൻ ഇച്ചിരി വെളിയിട്ടേക്ക് വേണം നമ്മൾ ഈ സമയത്ത് മാളിൽ ആദ്യമായിട്ടല്ലേ ഇത്ര സമയത്ത് കാണിക്കും ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ കവിയാണ് മുടി മുറിക്കാൻ അടിപൊളി കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ആണുങ്ങൾ പോയല്ലേ അത്ര വൃത്തിയാവില്ല അപ്പോൾ പെണ്ണുങ്ങൾ വന്നാലേ നിങ്ങളെ എങ്ങനെ വൃത്തിയിൽ കാണാന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്കറിയാം നിങ്ങൾ എങ്ങനെയൊക്കെയല്ല രസം ഉണ്ടാവാന്നുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മളത് വിട്ടുതരலாம் അല്ല ഓക്കെ ബാബേ സെറ്റല്ലേ തളർന്നു കേട്ടാ ഇത്തിക്കെ ഓക്കെ അല്ലടാ എന്തോ കളിപ്പാട്ടം പോകണമെന്ന് പറയുന്നത് കേട്ടാ എന്തെങ്കിലും ചെറുത് പണിച്ചെടുത്തിട്ട് വേഗം വീട്ടിലേക്ക് വിടാം ഓക്കെ കൈ പൊത്തിക്കോ പുതിയ വീഡിയോ നാളെ വരാം